Good morning, students. Today we are going to discuss about some type of contracts such as transactional contracts, financing contracts, intermediation contracts, and social welfare contracts. In the last two classes we have discussed what is the transactional financing method and the intermediational financing method in Islam. Actually, we have to study about what are the kind of contracts on the basis of this type of financing methods. First of all, what is transactional contracts? The transactional contracts that deal with the real sector economic transaction that facilitate the exchange, sale and trade of goods and services. അതായത് ട്രാൻസാക്ഷണൽ കോൺട്രാക്ട്സ് ഇടപാട് കരാറുകൾ യഥാർത്ഥ സാമ്പത്തിക മേഖലയിൽ വരുന്ന ചരക്കുകൾ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം, വിൽപ്പന, വ്യാപാരം എന്നീ കോർ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ട്രാൻസാക്ഷണൽ കോൺട്രാക്ട്സ്. The core transactional contracts are based on trade or exchange based activities. ഇത്തരത്തിൽ ഈ ചരക്കുകൾ അല്ലെങ്കിൽ ഇത്തരം സേവനങ്ങൾ എന്നിവ ഒന്നെങ്കിൽ വിൽപ്പനയായിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇടപാട് ഒരു എക്സ്ചേഞ്ച് നടത്താമെന്നുള്ള രൂപത്തിലായിരിക്കും ഇത് വർക്കൗട്ട് ആവുന്നത്. സോ ഇതിൽ വരുന്ന എക്സ്ചേഞ്ച് കുഡ് ബി സ്പോട്ട് ഓൺ എ ഡെഫേർഡ് ബേസിസ് ആൻഡ് കുഡ് ബി ഓഫ് എ ഗുഡ് ഫോർ ഗുഡ്സ് ഓർ ഗുഡ്സ് ഫോർ പ്രൈസ് ഓർ ഗുഡ്സ് ഫോർ പ്രോമിസ് ടു പേ. ഇതിൽ വരുന്ന എക്സ്ചേഞ്ച് ബേസ്, അതായത് ഗുഡ്സ് നമ്മൾ ഇതിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സ്പോട്ട് പേയ്മെൻറ്റിലായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ പേയ്മെൻറ്റ് രണ്ട് പാർട്ടീസും അനുവാദത്തോടു കൂടി ഫ്യൂച്ചറിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാമെന്നുള്ള നിബന്ധനയിലായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഗുഡ്സിന് തിരിച്ച് വേറൊരു ടൈപ്പ് ഓഫ് ഗുഡ്സ് എക്സ്ചേഞ്ച് കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു നിശ്ചിത തുകക്ക് ഗുഡ്സ് വിൽക്കുന്നതായിരിക്കാം. അല്ല ഇത് പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിൽ ഒരു സർട്ടൈൻ ടൈമിൽ ഈ എമൗണ്ട് തന്ന് തീർക്കുമെന്നുള്ള ബേസിസിലായിരിക്കും ഇവിടെ നടക്കുന്ന കച്ചവടങ്ങൾ. ആൻഡ് ദീസ് കോൺട്രാക്ട്സ് ക്രിയേറ്റ് അസറ്റ്സ് വിച്ച് ഫർദർ ബിക്കം ദ ബേസിസ് ഓഫ് ഫൈനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അതായത് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷണൽ കോൺട്രാക്ട്സുകൾ ഉണ്ടായിരിക്കെ കച്ചവടക്കാർക്ക് എക്കോണമിയിൽ അവരുടെ അസറ്റ്സുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. സോ ഇത്തരത്തിൽ അസറ്റ്സ് വർദ്ധിക്കുമ്പോൾ ബിസിനസ് എന്തായിരിക്കും, ഒന്നും കൂടെ നല്ല രൂപത്തിൽ ബിസിനസ് വളരും. സോ ബാക്കിയുള്ളവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. സോ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇത്തരം ട്രാൻസാക്ഷണൽ കോൺട്രാക്ട്സുകളുടെ സഹായത്തോടു കൂടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. The next contracts that we are going to discuss, that's financing contracts. The financing contracts offer ways to create and extend credit, facilitate financing of transactional contracts, and provide channels for capital formation and resource mobilization between investors and entrepreneurs. ഇത്തരത്തിലുള്ള ധനകാര്യ കരാറുകൾ എക്കോണമിയിൽ ക്രെഡിറ്റ് സൃഷ്ടിക്കുന്നതിനും അതുപോലെ തന്നെ ഇടപാട് കരാറുകൾക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായം സുഗമാക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. സോ ഇത് എന്ത് ചെയ്യും, എക്കണോമിക് സിസ്റ്റത്തിൽ ഒരുപാട് മൂലധന രൂപീകരണത്തിനും ഗുഡ്സിൻ്റെ കളക്ഷനും പുതിയ പുതിയ ചാനലുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിക്ഷേപകരിലേക്കും അതായത് ഇൻവെസ്റ്റേഴ്സിലേക്കും ബോറോവേഴ്സ് അതായത് സംരംഭകർക്കും ഇടയിൽ പുതിയ ഒരു കരാർ സൃഷ്ടിക്കുന്നു. സോ ഇതുവഴി എക്കണോമിക് സിസ്റ്റം ഒന്നും കൂടി സ്റ്റേബിളായി മാറുന്നു. ആൾസോ the distinguished features of a such financing contract is the absence of debt contract. സോ ഒരു ലോൺ കോൺട്രാക്റ്റിൻ്റെ അതേ രൂപത്തിലാണ് ഇവിടെ ഇങ്ങനെ ഫൈനാൻസിങ് കോൺട്രാക്ട്സും വർക്ക് ചെയ്യുന്നത്. ഫൈനാൻസിങ് കോൺട്രാക്ട്സ് ആർ മെൻറ്റ് ടു എയ്തർ ഫോർ ദ ഫൈനാൻസിങ് ഓഫ് ട്രാൻസാക്ഷണൽ കോൺട്രാക്ട്സ് ഇൻ ദ ഫോം ഓഫ് ട്രേഡ് ഫൈനാൻസ്. അതായത് ഇടപാട് കരാറുകൾക്ക് അല്ലെങ്കിൽ ട്രാൻസാക്ഷണൽ കോൺട്രാക്ട്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫൈനാൻസിങ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഫൈനാൻസിങ് കോൺട്രാക്ട്സ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് ട്രേഡ് ഓഫ് ഫൈനാൻസ് ഓർ അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റി,
or providing capital through the equity partnership, or which can take several forms such as partnership, co-ownership or diminishing partnership. ഇത്തരത്തിലുള്ള പല രൂപത്തിലും ഇടപാട് കരാറുകൾ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ട്രാൻസാക്ഷണൽ കോൺട്രാക്ട്സിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻസിങ് നടത്തുക എന്നുള്ളതാണ് ഈ ഫൈനാൻസിങ് കോൺട്രാക്ട്സിൻ്റെ ഒരു ഉദ്ദേശം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് the intermediational contracts. The intermediational contracts is to facilitate an efficient and transparent execution of transactional and financial contracts. The intermediation contracts provide the economic agents which a set of tools to perform financial intermediation as well as to offer free-based service for the economic activity. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് ഇൻ്റർമീഡിയേഷൻ എന്നുള്ളത്. അതായത് എക്സസ് എമൗണ്ട് ഓഫ് ഫണ്ട് ഉള്ളവരിൽ നിന്നും ഡെഫിസിറ്റ് ആയിട്ടുള്ള വ്യക്തികളിലേക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മിഡിൽ മാനെ പോലെ വർക്ക് ചെയ്യുന്ന ഇതാണ് ബാങ്കുകൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻ്റർമീഡിയേഷൻ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഇൻ്റർമീഡിയേഷൻ കോൺട്രാക്ട്സുകൾ എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ, ഫൈനാൻഷ്യൽ കോൺട്രാക്ട്സിൻ്റെ ഇടയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അതായത് ഡെഫിസിറ്റ് വിഭാഗം ബോറോവേഴ്സിലേക്ക് ഫൈനാൻസിങ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് ഇൻ്റർമീഡിയേഷൻ കോൺട്രാക്ട്സ്. ഇത്തരത്തിലുള്ള ഇൻ്റർമീഡിയേഷൻ കോൺട്രാക്ട്സ് എക്കണോമിക് ഏജൻ്റായിട്ട്, ഒരു എക്കോണമിയിലെ ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. There are with a set of tools to perform financial intermediation as well as to offer fee-based services. സോ ഇവർ നടത്തുന്ന ഈ ഒരു ഇൻ്റർമീഡിയേഷൻ അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻ വർക്കിന് അവർ ഫീ ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസാണ് വരുന്നത്. അതായത് ദീസ് കോൺട്രാക്ട്സ് ഇൻക്ലൂഡ് മുദാറബ, എ ട്രസ്റ്റി ഫൈനാൻസ് കോൺട്രാക്ട്, മുഷാറക്ക, കഫാല, അമാന, തക്കാഫുൽ, വക്കാല, ജ്വാല. ഇത്തരത്തിലുള്ള എല്ലാ കോൺട്രാക്ട്സുകളും അതായത് ഒരു മിഡിൽ മാനെ പോലെ ഒരു ഇൻ്റർമീഡിയേഷൻ കോൺട്രാക്ട്സുകളിൽ വരുന്നതാണ്. In a Mudaraba contract, an economic agent with capital, which is called Rabul Mal, can form a partnership with another agent with skills, Mudarib, with an agreement to share the profit. Although losses are borne by the capital owner only, the Mudarib may be liable for a loss resulting from any misconduct or negligence on his part. അതായത് പറയുന്നത് ഒരു മുദാറബ കോൺട്രാക്ട് എങ്ങനെയാണ് ഒരു ഇൻ്റർമീഡിയറി കോൺട്രാക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ്. സോ ഇവിടെ റബ്ബുൽ മാൽ, അതായത് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന, മേ ബി ഇറ്റ്സ് ബാങ്ക്, ഒരു ഇസ്ലാമിക് ബാങ്ക് ആയിരിക്കാം, ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റബ്ബുൽ മാൽ ഉണ്ട്. സോ സ്കില്ലുമായിട്ട് വരുന്ന അല്ലെങ്കിൽ ബോറോവർ ആയിട്ടുള്ള മുദാരിബുണ്ട്. സോ ഈ റബ്ബുൽ മാൽ മുദാരിബിന് ഫണ്ട് കൊടുക്കുന്നു. സോ ഈ മുദാരിബ് വർക്കിംഗ് റബ്ബുൽ മാലിൻ്റെ ഒരു ഏജൻ്റ് ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. വിത്ത് ആൻ അഗ്രിമെൻ്റ് ഓഫ് ഷെയറിങ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുമെന്നുള്ള ഒരു അഗ്രിമെൻറ്റിലായിരിക്കും. സോ ലോസസും നഷ്ടങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ പ്രൊവൈഡറിൻ്റെ മാത്രം നഷ്ടമായിരിക്കും. ഇനി ഇത്തരത്തിലുള്ള ലോസ് ഈ പറയപ്പെടുന്ന മുദാരിബിൻ്റെ മിസ്റ്റേക്ക് മൂലമാണെന്നുണ്ടെങ്കിൽ അത്തരം ലോസുകൾ മുദാരിബാണ് വഹിക്കേണ്ടത്. സോ ഇങ്ങനെയാണ് ഒരു ഏജൻറ്റ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയേഷൻ കോൺട്രാക്ട്സ് വർക്കൗട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദ സോഷ്യൽ വെൽഫെയർ കോൺട്രാക്ട്. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇസ്ലാമിക് ഫൈനാൻസിൽ സുപരിചിതമായിട്ടുള്ള സോഷ്യൽ വെൽഫെയർ കോൺട്രാക്ട്സ്. സോഷ്യൽ വെൽഫെയർ കോൺട്രാക്ട്സ് ആർ ദ കോൺട്രാക്ട്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ സൊസൈറ്റി ടു പ്രൊമോട്ട് വെൽ-ബീയിങ് ആൻഡ് വെൽഫെയർ ഓഫ് ദ less privileged. Although the facilitation of such contracts is wide and the scope of intermediation, an intermediary can certainly offer community service by instituting social welfare contracts. അതായത് ഇൻഡിവിജ്വൽസിന് സൊസൈറ്റിയിലേക്ക് വെൽബീയിങ്, നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വെൽഫെയർ കോൺട്രാക്ട്സുകളെ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് സോഷ്യൽ വെൽഫെയർ കോൺട്രാക്ട്സ്. സോ ഇത് ഒരു ഇൻ്റർമീഡിയറി കോൺട്രാക്റ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ വർക്കുകൾ ഒരു അതായത് ഒരു ഇൻഡിവിജ്വലിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത്ര ഫണ്ട് ഉണ്ട്, സോ അത് സമൂഹത്തിൽ താഴെ തട്ടിലുള്ള ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ സോ അവിടെ ഒരു ഇൻ്റർമീഡിയറി ഏജൻ്റായിട്ട് ഒരു ആൾക്കാർക്ക് വർക്ക് ചെയ്യാം.
സോ അവരായിരിക്കും ഇത് ഫണ്ട് കളക്ട് ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ആർക്കൊക്കെയാണ് ഇത് കിട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അവരിലേക്ക് ഫണ്ട് എത്തിക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഈ പറയപ്പെടുന്ന 4 ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സുകൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയുള്ളത് ഈ 4 ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സിലും ഏതൊക്കെ ഇസ്ലാമിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളതെന്ന്. സോ ട്രാൻസാക്ഷണൽ കോൺട്രാക്ട്സിൽ വരുന്നത് പറഞ്ഞ പോലെ തന്നെ കച്ചവടം, സെയിൽ കോൺട്രാക്ട്സ്, ബൈ കോൺട്രാക്ട്സ്, സർഫ്, എക്സ്ചേഞ്ച് കോൺട്രാക്ട്സ്, അതുപോലെ തന്നെ സെയിൽ ഓഫ് റൈറ്റ് ടു യൂസ്, അതായത് ബൈഉൽ ഇജാറ, ബൈഉൽ ഇസ്തിസ്ന. ഈ പറയപ്പെടുന്ന 4 കോൺട്രാക്ട്സുകളാണ് ട്രാൻസാക്ഷണൽ കോൺട്രാക്ട്സിൽ വരുന്നത്. ഇനി ഫൈനാൻസിങ് കോൺട്രാക്ട്സ് ആണെങ്കിൽ ട്രേഡ് ഫൈനാൻസിങ്, ദാറ്റ്സ് കാൾഡ് മുറാബഹ, അസറ്റ് ബാക്ക്ഡ്, അതായത് ഇജാറ, ഇസ്തിസ്ന ബേസ്ഡ് ഫൈനാൻസിങ്, ആൻഡ് ഇക്വിറ്റി പാർട്ട്ണർഷിപ്പ്, അതായത് മുഷാറക്ക. സോ ഇത്തരത്തിലുള്ള നമ്മളുടെ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ കോൺട്രാക്ട്സ് ആണ് ഫൈനാൻസിങ് കോൺട്രാക്ട്സിൽ വരുന്നത്. ഇനി ഇൻ്റർമീഡിയേഷണൽ കോൺട്രാക്ട്സ് ആണെങ്കിൽ അതിൽ പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് ആയിട്ടും നമുക്ക് തരംതിരിക്കാം, ഫീ ബേസ്ഡ് ആയിട്ടും തരംതിരിക്കാം, അതുപോലെ തന്നെ മറ്റൊന്നാണ് തക്കാഫുൽ. സോ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയേഷൻ കോൺട്രാക്ട്സിൽ തന്നെ വരുന്നുണ്ട്. സോ പാർട്ട്ണർഷിപ്പ് കോൺട്രാക്ട്സിൽ വരുന്നതാണ് മുദാറബ, മുഷാറക്ക. ആൻഡ് ഫീ ബേസ്ഡ് സർവീസിൽ കഫാല, ജ്വാല, അമാന, വക്കാല, ഇതൊക്കെയാണ് ഫീ ബേസ്ഡ് സർവീസ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് തക്കാഫുൽ, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും തക്കാഫുൽ. ആൻഡ് നെക്സ്റ്റ് വരുന്ന സോഷ്യൽ വെൽഫെയർ കോൺട്രാക്ട്സിൽ വരുന്നതാണ് കർലുൽ ഹസൻ ആൻഡ് വഖഫ്. ഇതാണ് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷണൽ കോൺട്രാക്ട്സിലും ഫൈനാൻസിങ് കോൺട്രാക്ട്സിലും ഇൻ്റർമീഡിയേഷണൽ കോൺട്രാക്ട്സും അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ കോൺട്രാക്ട്സിലും വരുന്ന ഇസ്ലാമിക് ഇൻസ്ട്രുമെൻറ്റ്സ്. താങ്ക് യു സ്റ്റുഡൻസ്.